നമസ്കാരം. സൺഡേ സ്പെഷ്യൽ റിയൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. റിയൽ റിയാക്ഷൻ വീഡിയോയിൽ പുതുമകൾ വലിയ കാര്യമായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, അതിനുള്ള സാഹചര്യമില്ല. നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മതം, പിന്നെ കുറച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് വലിയ സംഗതിയൊന്നുമില്ല. ഈ കക്ഷി രാഷ്ട്രീയം വലിയ കാര്യമായിട്ട് തന്നെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ ചർച്ചകൾ. പിന്നീടുള്ളത് വിവാഹവും ലൈംഗികതയുമാണ്. വിവാഹത്തെക്കുറിച്ചിട്ട് വലിയ ഡിസ്കഷൻസ് ഇവിടെ നടക്കാറുണ്ട്. അതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്ന ആൺകുട്ടികൾ എന്ന് നമ്മൾ പറയുന്ന കുട്ടിത്തം നിറഞ്ഞ ആൺകുട്ടികൾക്ക് വിവാഹം എന്ന് പറയുന്ന ഒരു ഏർപ്പാടിനെ കുറിച്ചിട്ട് താല്പര്യമേ ഇല്ല. അവരൊക്കെ പ്രണയിക്കുന്നത് തന്നെ ഉഴപ്പി എങ്ങനെയെങ്കിലുമൊക്കെ സിംഗിളായി 10 സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയാണ്. അവർക്ക് സിംഗിൾ ലൈഫാണ് ഇഷ്ടം. അവർ പെണ്ണിന് പകരം വേറെ എന്തിനെയൊക്കെയോ സ്നേഹിച്ചിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള വലിയ അവകാശവാദങ്ങളാണ്. എന്നാൽ റിയാലിറ്റി ഇതാണോ? ഇതല്ല റിയാലിറ്റി. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡിസ്കഷൻ വരികയാണ്, ഏതെങ്കിലും ഒരു സ്ത്രീ, പണ്ടൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറയത്തില്ലേ, കോലിൽ തുണി ചുറ്റിയാലും, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അഭിപ്രായ പ്രകടനമോ എന്തെങ്കിലുമൊക്കെ വസ്ത്രധാരണമോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ തമ്പടിക്കുന്ന, ഒട്ടും വിവാഹത്തോട് ഇൻട്രസ്റ്റ് ഇല്ല, പെൺകുട്ടികളോട് ഇഷ്ടമില്ല, പ്രണയത്തെക്കുറിച്ച് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വലിയ കൂട്ടം ആൾക്കാരായിരിക്കും ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ വരുന്നത്. ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻബോക്സിലേക്കും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു വലിയ കൂട്ടം ആളുകൾ കടന്നു ചെല്ലുന്ന ഒരു പതിവുണ്ട്. അത്രയധികം പകൽമാന്യന്മാരായിട്ടുള്ള ഒരു വലിയ സമൂഹമാണ് നമ്മൾ. ഈ ആഴ്ചയും വിവാഹവുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ റീലുകളുണ്ട്. ഓരോ വിവാഹവുമായി ബന്ധപ്പെട്ട റീലുകളിലും ആരെങ്കിലുമൊക്കെ നല്ല എന്തെങ്കിലും ഗുണമുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അയ്യോ ഭയങ്കര ഇന്നലെ വീണ മറ്റേ മഞ്ഞ് പോലെ വെണ്ണയുള്ള ഹൃദയമായിട്ടുള്ള ആൾക്കാരുടെ സംഘമാണ്. ഏതായാലും ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. പെൺകുട്ടികളോട് പ്രത്യേകം പറയുന്നതാണ്, നമ്മളിപ്പോൾ ഒരാളെ കണ്ടു, സ്നേഹിച്ചു, എന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, ഓട്ടവർ കല്യാണം കഴിച്ചില്ല, അവൻ പോയി, നന്നായി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണം. കാരണം ഇങ്ങനെയുള്ളവന്മാർ നാളെ നമ്മളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീഗലി മാരേജ് ചെയ്യുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ളതല്ല. 2 ദിവസം ഫാമിലി കൂട്ടി വന്നു തന്നാൽ നമുക്ക് മനസ്സിലാകും എന്തോരം ബുദ്ധിമുട്ടാണ് ഇലീഗൽ മാരേജിൽ നിന്ന് പുറത്തിറങ്ങാൻ. നമുക്ക് കല്യാണം കഴിക്കുന്ന പോലെ ഈസി അല്ല ഡിവോഴ്സ് കിട്ടുക. ആ ലീഗൽ പേപ്പർ ഉണ്ടെങ്കിലേ നമുക്ക് അടുത്ത കല്യാണം കഴിക്കാനൊന്നുമില്ല, ബാക്കി എന്തിനും നമുക്ക് പറ്റുള്ളൂ. കാരണം നമ്മൾ നാച്ചുറലി ഈ പേപ്പറിൻ്റെ കാരണം നമ്മൾ പാസ്പോർട്ടിൽ നമ്മുടെ സ്പൗസ് നെയിമും ചേഞ്ച് ചെയ്തു, പിന്നെ നമ്മുടെ എല്ലാ ആധാറും എല്ലാം മാറ്റി, പേര് വേറൊന്നും പെട്ടെന്നൊന്നും എടുത്ത് മാറ്റരുത് കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടേ മാറ്റാവുള്ളൂ. കാര്യങ്ങൾക്ക് ഒരു ഉറപ്പായിട്ട് വേണം എല്ലാം മാറ്റാനും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ. ഇത് കാണുന്ന പുരുഷന്മാർ എന്നെ അത് ഞാൻ പുരുഷന്മാരുടെ ഞാൻ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൂയിസൈഡലുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ മരിച്ചു. ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. റാഹിസ് ഇക്കു, അമ്മച്ചി ഇത് ഇല്ലാതെയോ ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കുറേ അമ്മച്ചിമാർ ഇറങ്ങിക്കോളും. ഇതൊക്കെ ആണുങ്ങൾക്കും ബാധകമല്ലേ? പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾക്കും ഇതൊരു പാഠമാക്കി വെച്ചോളൂ. വെൽ വിമൻ എന്ന് പറഞ്ഞ മറ്റേ കപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മുമ്പേ നമ്മൾ പറഞ്ഞ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത, വിവാഹത്തിനോട് തീരെ താല്പര്യമില്ലാത്ത, സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാത്ത ഒരു വലിയ കൂട്ടം ആൾക്കാർ ഇതിൻ്റെ താരം തമ്പടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ അമ്മച്ചി എന്ന് വിളിച്ച് കളിയാക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു സിനിമയിൽ അഭിനയിച്ചല്ലേ ഉള്ളൂ, നിങ്ങൾ വെറും പെണ്ണ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. യുവമാരൊക്കെ ഭയങ്കര സൂപ്പറായിട്ടുള്ള പണികളാണ് ചെയ്യുന്നത്, ഞാൻ പറയുന്നില്ല. ഈ ഒരു വ്യക്തി, അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹമാണ് നേരെ എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്റ്റോറിയൊക്കെ എഴുതിയിരിക്കുന്നത്, സ്ക്രിപ്റ്റൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ അത് ഈ കോർട്ട് റൂം ഡ്രാമയാണ്. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ലീഗൽ മാരേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സംഗതിയല്ല. വിദേശ രാജ്യത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് അവിടെ ഒരു കുടുംബമുണ്ട്, ലീഗൽ ഓർ നോട്ട് നമുക്കറിയില്ല, അവിടെ ഒരു കുടുംബമുണ്ട്. ഇതൊരു റിയൽ സംഭവമാണ്, പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ട്. അദ്ദേഹത്തിന് നാട്ടിൽ വൈഫുണ്ട്. അപ്പോൾ നാട്ടിൽ അദ്ദേഹം ഒരു ജനസമ്മതനാണ്, നല്ലൊരു കുടുംബമുണ്ട് എന്നൊക്കെ പുറത്തൊരു ഖ്യാതിയുള്ള ഒരു വ്യക്തിയാണ്. നാട്ടിൽ അദ്ദേഹത്തിന് വൈഫുണ്ട്. വൈഫ് ഈ ഒരു കാര്യം അറിയുന്നു. അദ്ദേഹം നാട്ടിലേക്കൊന്നും വരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ല, വർഷത്തിൽ ഒരു തവണയെങ്ങാനും വന്നാലായി. അപ്പോൾ ഈ വൈഫിന് ഈ ലീഗൽ മാരേജിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അവിടെ ഒരു കുടുംബമുണ്ട് എന്നുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിൽ നിന്നിട്ട് കാര്യമില്ല, അതാണ് റിയാലിറ്റി. എന്നാൽ ഈ ഒരു മാരേജിൽ നിന്ന് പുറത്തേക്ക് പോയി വേറൊരു വിവാഹം കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു മാരേജിൽ നിന്ന് സിമ്പിളി പുറത്തേക്ക് വരാനോട്ടോ പറ്റത്തില്ല. കാരണം ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ട് അയാൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അയാൾ ഇങ്ങോട്ടേക്ക് വന്ന് ഈ പരിപാടി തീർക്കാതെ ഈ ഒരു സ്ത്രീക്ക് ഇതിൽ നിന്ന് മോചനമില്ല. അയാൾ ഇങ്ങോട്ടേക്ക് വരാത്ത എന്താണ്? ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ മുൻപിൽ, ബന്ധുക്കളുടെ മുൻപിൽ, അല്ലെങ്കിൽ നാട്ടിലൊക്കെ വലിയ നാണക്കേടല്ലേ. അപ്പോൾ ഡിവോഴ്സ് കൊടുക്കാതെ ആ പെണ്ണ് ഇവിടെങ്ങാനും കിടന്ന് അനുഭവിച്ചോട്ടെ, അയാൾ അവിടെ സുഖിച്ച് ജീവിച്ചോട്ടെ. ഇത് നേരെ ഓപ്പോസിറ്റും ഉണ്ട്. സ്ത്രീകൾ, മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾ, അപ്പോൾ അതിൽ ഭർത്താവായിട്ടുള്ള പുരുഷൻ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും ഈ സ്ത്രീയും ഈ തരത്തിൽ സെയിം ആയിട്ടുള്ള ഒരു ചിന്താഗതി വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, സ്ത്രീകൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ ടഫാണ് ആ ഒരു മാരേജിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഇതാണ്
ഇദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇതിൻ്റെ താഴെ ഗംഭീരമായിട്ടുള്ള ഡയലോഗടികളാണ്. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ചെറുക്കന്മാർ, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ചെറുക്കന്മാരുടെ ഭീകര ഡയലോഗടിയാണ്. ഈ ഒരു വീഡിയോയുടെ എൻഡിങ്ങിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പുരുഷന്മാരുടെ കാര്യത്തിലേക്ക് ഇങ്ങോട്ട് വരാം, അപ്പോൾ അതിങ്ങടെ കേട്ടിട്ട് കമന്റ് ഇട്ടാൽ മതി, അതിനുള്ള ക്ഷമയൊന്നും ഇല്ലല്ലോ. ഒരു സ്ത്രീയല്ലേ പറഞ്ഞത്, നമുക്കതിനെ കളിയാക്കേണ്ട എല്ലാവിധ ദാരിദ്ര്യം ഉണ്ടല്ലോ. എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഇതിലൊന്നും ശ്രദ്ധയില്ലാത്ത ആളുകൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ച വേറൊരു റീലിലേക്ക് പോവാം. എക്സ് ഇങ്ങനെയായിരുന്നു, എന്റെ എക്സ് അങ്ങനെയായിരുന്നു, നോബഡി വാണ്ട്സ് ടു നോ, ഇത് ആർക്കും അറിയാൻ താല്പര്യമില്ല. സോ നമ്മുടെ കറന്റ് റിലേഷൻഷിപ്പിൽ ഓബ്വിയസ്ലി നമ്മുടെ പണ്ട് കാലത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ, ബിക്കോസ് ആ സമയത്ത് ആൾക്കാർ അധികം റിലേഷൻഷിപ്പിൽ പോയിട്ടില്ല. ഇറ്റ്സ് ഡിഫറെന്റ് നാവും. ഇപ്പൊ ഒരാള് കല്യാണം കഴിക്കുന്നതിനെക്കാട്ടും മുമ്പ് മിനിമം മേ ബി ഒരു 2 പ്രാവശ്യം റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാവും അല്ലേ. ഇറ്റ്സ് വെരി റെയർ. നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കുന്നത് ഭയങ്കര റെയർ ആയിരിക്കും. അതാണ് ഈ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. സോ ഇമാജിൻ ഒരാള് മോർ ദാൻ 3 പീപ്പിളിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേരുടെ ആ ഒരു ലൈഫ് ടൈം ആ പാർട്ട്ണറുടെ കൂടെ ഈ ആളുടെ ലൈക്ക് എക്സിന്റെ കാര്യങ്ങൾ പറയാൻ മാത്രമേ ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല മറ്റേ ആള് എപ്പോഴും ചിന്തിക്കില്ലേ am I doing good. കമ്പാരിസൺസും കാര്യങ്ങളൊക്കെ വരും. ദാറ്റ്സ് വെരി ബേസിക് ഹ്യൂമൻ നേച്ചർ. ആ ഒരു ഡീറ്റെയിൽ. സോ റാദർ ദാൻ ഫോക്കസ് ഓൺ യുവർ കറന്റ് റിലേഷൻഷിപ്പ്, കറന്റ് മാരേജ്, പാസ്റ്റും ഫ്യൂച്ചറും ഫോക്കസ് ചെയ്യാതെ നമ്മുടെ കറന്റ് സിറ്റുവേഷനെ ഫോക്കസ് ചെയ്തിട്ട് വേണം ലൈഫിൽ മൂവ് ഓൺ ആയി പോകും. ഇതിന്റെ തമ്പനയിലാണ് പ്രശ്നം. തമ്പനയിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ്. ഇപ്പോൾ എല്ലാവരും വിവാഹത്തിന് മുൻപ് 2-3 പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏർപ്പെടുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഏർപ്പെടും എന്ന് പറയുമ്പോഴത്തേനും വിവാഹത്തിന് മുമ്പ് എല്ലാവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗേർഡ് ആവും എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള ആളുകൾ ട്രിഗേർഡ് ആവും. സിംഗിൾ ആയിട്ടുള്ള ആളുകൾ ട്രിഗേർഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? കൂടുതലും കാരണം അവർ സിംഗിൾ തന്നെ ആയതുകൊണ്ടാണ്. റിലേഷൻഷിപ്പിൻ്റെ ഡൈനാമിക്സിനെ കുറിച്ചിട്ടോ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടോ സ്ത്രീക്ക് പുരുഷനെ കുറിച്ചിട്ടോ പുരുഷന് സ്ത്രീയെ കുറിച്ചിട്ടോ അങ്ങനെയുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മളുടെ ഏറ്റവും വലിയ പരാജയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷൈനസ്, നാണം എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് സംസാരിക്കാനായിട്ടുള്ള നാണം, മടി. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു വകഭേദമുണ്ട്, സോഷ്യൽ ആങ്സൈറ്റി. അത് നമുക്കൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റത്തില്ല. ഷൈനസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോഷ്യൽ ആങ്സൈറ്റി അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോഷ്യൽ ആങ്സൈറ്റി ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ആണുങ്ങളോട് ചേർത്ത് വെച്ച് മസ്കുലിനിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ഇതിനെയൊക്കെ ഹീറോയ്ക്കാക്കി ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു സംഗതിയില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മസിൽ പിടിച്ച് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെ കണ്ട് മയങ്ങി വീഴുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള ആൾക്കാർ എന്നുള്ള ചിന്തയാണ് ഇവിടെയുള്ള സിനിമകളിൽ കൂടെയും ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെ മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പോൾ സിംഗിൾസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയില്ല, ഷൈനസ് കാര്യമായിട്ട് തന്നെ ഉണ്ട്. അപ്പം ഈ ഷൈ ആയിട്ടുള്ള കൂടുതൽ ആളുകൾ ട്രിഗേർഡ് ആവും. എന്നാൽ അവരുടെ ഉള്ളിൽ മറ്റേ ചിന്തയുണ്ട്, എന്താണ്? പവിത്രത, കന്യകത്വം, ഈ പറയുന്ന സാധനങ്ങൾ. അപ്പം മറ്റേ ഫ്രഷ് എന്ന് പറയുന്നൊരു വേർഡുണ്ടല്ലോ, ഫ്രഷ് എന്ന് പറയുന്നൊരു വേർഡ്, എനിക്ക് കിട്ടുന്നത് ഫ്രഷ് ആയിരിക്കുമോ, ഞാൻ ഫ്രഷ് ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന ഒരു ചിന്തയിൽ നിൽക്കുന്ന ഭയങ്കര ദാരിദ്ര്യമുള്ള ഒരു കൂട്ടം ആളുകളെ ഇത് ട്രിഗർ ചെയ്യും. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വിർജിനാണ്, നിങ്ങൾക്ക് വിർജിനായിട്ടുള്ള ഒരാളെ വേണമെന്ന് ഡിമാൻഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് നിങ്ങളുടെ ആ ഒരു 2 വ്യക്തികൾക്കിടയിൽ സ്പേസിലുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കാൻ നേരത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, പബ്ലിക്കലി അല്ലാതെ പേഴ്സണലി പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അനുവാദം ചോദിച്ചിട്ട് വേണമെങ്കിൽ പറയാം. അത്ര പോലും നമുക്ക് അതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റിലേക്ക് പോകാം, ഒരു കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന സംഗതിയൊന്നുമില്ല. നിങ്ങൾക്ക് പ്രീവിയസ് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരാളുമായിട്ട് വിവാഹം കഴിക്കണം, അങ്ങനെ കഴിക്കാവുള്ളൂ, അതാണ് പുരോഗമനം എന്നൊന്നും പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന സംഗതിയൊന്നുമില്ല. ഇതൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ ഏർപ്പെടാതിരിക്കുന്നതോ ആയിട്ട് യാതൊരുവിധ സദാചാര പ്രശ്നങ്ങളും ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. അത് വളരെ നോർമലായിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾ ഓക്കെ അങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെ വേണം അങ്ങനെയാണ്, അത് എല്ലാം ഓക്കെ. മജോറിറ്റി ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ്, എസെക്ഷൽസ്, റൊമാൻറ്റിക് അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രണയം, വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി വിട്ടേക്ക്, അത് പിന്നെ നമ്മുടെ സോഷ്യൽ സെറ്റപ്പാണ്. അപ്പം വിവാഹത്തിന് മുൻപ് പ്രണയം തോന്നുക എന്ന് പറയുന്നത് നാച്ചുറലാണ്. അങ്ങനെ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് എനിക്ക് തോന്നാത്തത്? അത് വളരെ അനലൈസ് ചെയ്തിട്ട് പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചിട്ടുള്ള പ്ലാനൊക്കെ ഇടേണ്ടതുണ്ട്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രണയിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവിടെ സെക്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സെക്സ് വന്നതുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ആജീവനാന്ന് പോകാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വരെ ബ്രേക്കപ്പ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപ്
ചില ആളുകൾ, പ്രണയിക്കുന്ന ആളുകൾ, മുൻപ് പ്രണയമൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചിട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു റീലിൽ കൺവേ ചെയ്യുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നാച്ചുറലാണ്. അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് ഒരു വ്യക്തി മോശക്കാരനായിട്ട് മാറുന്നില്ല. വിവാഹത്തിന് ശേഷം നമ്മളൊരു മൊണോഗമസ് എന്നാ പറയുന്ന അറേഞ്ച്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഏകപതി ഏകപത്നി വ്രതത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മുൻപുള്ള റിലേഷൻഷിപ്പുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഒരു ജീവിതചര്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ മുൻപുള്ള ആ ഒരു സെക്ഷുവൽ കോണ്ടാക്റ്റിന് പ്രത്യേകിച്ച് പ്രാധാന്യമില്ല. അതിനാൽ അത് പങ്കാളികൾക്കിടയിൽ സംസാര വിഷയമായിട്ട് വരരുത്. അതിനെ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ഈ പങ്കാളികൾക്കിടയിൽ കമ്പയർ ചെയ്യാനായിട്ട് പോകരുത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് അവർ ഈ ട്രിഗേർഡ് ആവുന്ന ആൾക്കാരെ കുറിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ, സാധാരണക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പം ട്രിഗേർഡ് ആവുന്ന ആൾക്കാരെ കുറിച്ച് മൈൻഡ് ചെയ്യാതെ പറഞ്ഞതാണ് ആ വിവാഹത്തിന് മുൻപുള്ള കാര്യം. ഒത്തിരിയധികം ആൾക്കാർ ട്രിഗേർഡായി. എല്ലാ ഗേൾസും അങ്ങനെയല്ല, ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമാണ്. എല്ലാ ഗേൾസും അങ്ങനെയല്ല, ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമാണ്. ഓക്കെ, അതിന് ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? ഗേൾസ് അങ്ങനെ അല്ലാത്തവരുണ്ട്. ഇത്ര ഉള്ള അതിനകത്ത് ഒരു ഊറ്റം കൊള്ളേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ പെണ്ണുങ്ങളും എന്ത് വിശ്വസിച്ച് കല്യാണം കഴിക്കും? ഇതുപോലെ പല പെണ്ണുങ്ങളുമായി അല്ലേ കിട്ടുക? ഇതിന് ഞാൻ മുന്നേ പറഞ്ഞ സിമ്പിളായിട്ടുള്ള ഒരു ആൻസറേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന, അങ്ങനെ സംസാരിച്ച് വെർജിനാണെന്ന്, നിങ്ങളെപ്പോലെ തന്നെ വെർജിനാണെന്ന് തോന്നുന്ന ഒരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക. അതിൻ്റെ താഴെ അജിത് കുമാർ ദാമോദരൻ 6728 പറഞ്ഞ ഒരു കമൻ്റ് ഉണ്ട്. അറിയാം, ദാമോദരൻ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര കഴിവാണല്ലോ ഈ മറ്റേ വിവാഹത്തിന് മുൻപ് പ്രണയിക്കാതിരിക്കുന്നത്. ഭയങ്കര കഴിവാണല്ലോ. നമ്മുടെ ഇവിടെ വലിയ ഭിത്തിയോ, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ നിയമസഭയുടെ ഒക്കെ അവിടെ അത് മൊത്തം മറയ്ക്കുന്ന തരത്തിലേക്ക് ഒരു ഭിത്തി ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോ വെച്ച് നമ്മൾ ആദരിക്കണം. അയ്യോ, വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത വിർജിനായിട്ടുള്ള ആൾക്കാർ, അത് ടെസ്റ്റ് ചെയ്തതിൻ്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് ബ്യൂറോകൾ അല്ലെങ്കിൽ മാട്രിമോണിയൽ സൈറ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അയ്യോ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടുത്തെ സംസ്കാരം താങ്ങിക്കൊണ്ട് നടക്കുന്നത്. ഭയങ്കര തന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷനോടോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ. കാരണം മറ്റേ ഊറ്റം കൊള്ളുവാൻ വേണം, എന്നാൽ ആരോഗ്യം, ശരീരം അല്ലെങ്കിൽ അതിൻ്റെ ചേതനകളെന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതുമായിട്ട് നടക്കുവാൻ വേണം. ഇങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി വരുന്നത് പോലെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ നോക്കി തുറിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ ബെബ്കോടെ സെൽഫ് സർവീസ് കൗണ്ടറിലേക്ക് പോയി. മോശമാണോ? അല്ല. അപ്പം അങ്ങനെ പോയ സമയത്ത് അവിടെ കുറച്ച് പെൺകുട്ടികൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നു. അവിടെയുള്ള ഒരു നോട്ടം കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ ഉരിഞ്ഞുപോയി. അമ്മാതിരി നോക്കി നിൽക്കുകയാണ് ചില ആളുകൾ, ഇങ്ങനെ തുറച്ചു നോക്കി. മേ ബി അവർ ആ ഒരു സ്പേസിൽ വന്നതിൻ്റെ അല്ല അത്ഭുതമായിരിക്കാം, എന്നാലും അടിമുടി അങ്ങോട്ട് നോക്കുകയാണ്. ഞാൻ ഇത്ര വൃത്തികെട്ട നോട്ടങ്ങൾ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള നോട്ടങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ഒരു സ്ഥലങ്ങളിലാണ്. ഇതുപോലെ സംസ്കാര സമ്പന്നർ കൂടുതലായിട്ടുള്ളൊരു സ്ഥലങ്ങളിലാണ്. ആ ഒരു പെൺകുട്ടി ഇവിടെയുള്ള മറ്റേ റിവീലിംഗ് ക്ലോത്ത്സ് ഒന്നും ഇട്ട സാധാരണക്കാരിടുന്ന വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് വന്നത്. എന്നിട്ട് നോട്ടത്തിന് വല്ല കുറവുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള ഇവറ്റകളുടെ ഈ കമൻറ്റുകളാണ് ഇതിൻ്റെ താഴെ മൊത്തം. ചേച്ചിക്ക് ഇമാജിനേഷനിലുള്ള ഒരു പയ്യനെ തന്നെയാണ് കിട്ടിയത്? അല്ല അല്ല. ഇങ്ങനല്ലായിരുന്നോ? അല്ല അല്ല. എന്തിനാ വെറുതെ? അല്ലല്ല, അങ്ങനെയൊന്നല്ല. അതിപ്പം ഇമാജിനേഷൻ കുട്ടിക്ക് ഉണ്ടായിരിക്കില്ലേ? ഇമാജിനറി ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞ് കിട്ടിയ ബോയ് ഫ്രണ്ട് അതുപോലത്തെ ആർക്കും അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് അത് ഡിപ്പെൻസ്. എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും കല്യാണം കഴിച്ചിട്ട് അടിപൊളിയാവണമെന്നില്ല. എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും കല്യാണം കഴിച്ചിട്ട് മോശമാവണമെന്നില്ല. നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നല്ല ക്വാളിറ്റീസ് ഉണ്ടാവും. ക്വാളിറ്റീസ് ഓർ ഫ്രണ്ട്ഷിപ്പ്. അത് ആക്ച്വലി അതിനുവേണ്ടി ഞങ്ങൾ അത് ലൂസ് ആവാതിരിക്കാൻ ഞങ്ങൾ ചെറിയ സ്ട്രഗിൾ ചെയ്യാനും ചെയ്തു റെഡിയാണ്. ചിലപ്പോൾ അതായിരിക്കും. ഭയങ്കര കൗതുകം അത്ഭുതമൊക്കെയാണ് ആരെങ്കിലുമൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ. കാരണം മുന്നേ പറഞ്ഞ അത്രത്തോളം ഇൻസെക്യൂരിറ്റികൾ കിടക്കുകയാണല്ലോ. അപ്പോൾ സങ്കല്പത്തിലുള്ള ആളെ കിട്ടിയോ, അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചോദിക്കുകയാണ്. ശരിക്കും ഇതിനകത്ത് ഒരു എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ ഉത്തരം പറയാൻ പോണത്? എന്ത് നമ്മളുടെ കൂടെ ഇനി തൊട്ട് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലും ഇഷ്ടംപോലെ സങ്കല്പങ്ങളുണ്ടായിരിക്കും. ആ ഒരു ജീവിതത്തിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പം അതെൻ്റെ സങ്കല്പത്തിനനുസരിച്ച് വന്നില്ല എന്നുള്ള തോന്നലുണ്ടാവുക. പക്ഷെ അപ്പോഴും ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, പക്ക റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഇൻ മൈ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു പക്വതയില്ലാത്ത സങ്കല്പങ്ങളല്ലാതെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അഡീഷണൽ പ്ലസ്സുകൾ ഇഷ്ടം പോലെ ഒരാളിൽ കാണാൻ പറ്റും. ആ ഒരു പ്ലസ്സുകൾ കിട്ടുന്ന സമയത്ത് നമ്മുടെ സങ്കല്പങ്ങൾക്ക് പോലും പ്രാധാന്യമില്ലാത്ത തരത്തിലേക്ക്
മികച്ച ഒരു റിലേഷൻഷിപ്പ് കിട്ടും. അപ്പം ഓരോ വ്യക്തികൾക്കും അങ്ങനെ ഇഷ്ടം പോലെ ക്വാളിറ്റീസ് ഉണ്ട്. നമ്മളുടെ സങ്കല്പങ്ങൾ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്നൊക്കെ പറയുന്നത് അത് ഒരു ആദ്യഘട്ടം മാത്രമാണ്. അതേപോലെ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ അവരോട് പറയാൻ പോണത് നമ്മളുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ഒരാളാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. നമ്മളങ്ങനെ നമ്മളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു തേർഡ് പേഴ്സണിൻ്റെ മുൻപിൽ ഒരിക്കലും ആൻസർ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ബേസിക്കായിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ തമാശയ്ക്ക് പറയുന്നത് പോലെയല്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് റോങ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്കറിയില്ല, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ആഡ് ചെയ്യാൻ വിട്ടുപോയൊരു സംഗതിയാണ് കേട്ടോ. ഈ ഒരു റിയാലിറ്റിയും കൂടെ മനസ്സിലാക്കണം. எனக்கு வந்துட்டு கல்யாணம் தமிழ்நாட்டு ஸ்டைல இருக்கணும், மத்ததெல்லாம் நார்த் இந்தியன். இந்த சங்கீத் மெஹந்தி அதெல்லாம் நார்த் இந்தியன். நிறைய எல்லா ரிலேட்டிவ்ஸும் கூப்பிடணும், பெருசா பண்ணணும். ஏசி மண்டபம், ட்ரெஸ் அம்மா பாத்துப்பாங்க. எனக்கு ஒரு லெஹங்கா அது ஒரு 5 lakhs போதும். അപ്പൊ കല്യാണം എവിടെ ഗ്രാൻഡ് ആക്കണം കരുതുന്നു? ഒരു 50 lakhs കല്യാണം. ഓക്കെ. പിന്നെ കാലമൊക്കെ മാറി ഇങ്ങനെയുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അന്നും ഇന്നും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ സ്വന്തമായിട്ട് പണിയെടുത്ത് ആ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു 50 ലക്ഷത്തിൽ നിന്ന് കുറേയധികം പൈസ നാട്ടുകാർക്കൊക്കെ കിട്ടും. അങ്ങനെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ അച്ഛനെയും അമ്മയും ഊറ്റി വീട്ടിലുള്ള സമ്പത്ത് എടുത്തിട്ട് നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഫിനാൻഷ്യൽ ഡിസിഷൻ ആയിരിക്കില്ല. ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളായിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നാട്ടുകാർക്ക് ഗുണമുള്ളതാണല്ലോ. പക്ഷേ ഇത് ഒരിക്കലും ഒരു ആവശ്യമായി അത്യാവശ്യമായിട്ട് വരാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്ക് 50 ലക്ഷം രൂപ എടുത്ത് പൊടിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ചിലവാക്കിക്കോളൂ, അതിന് യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പങ്കാളിയും കൂടെ അത്തരത്തിൽ ചിന്തിക്കുന്ന, അത്തരത്തിൽ ചിലവാക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത ഒരാൾ നിർബന്ധിക്കരുത്. പ്രണയിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നിർബന്ധ ബുദ്ധികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളുക. അല്ല എന്നുണ്ടെങ്കിൽ അവസാനം ഇത്ര ഭീകരമായിട്ടുള്ള ഒരു തുക കേൾക്കുന്ന സമയത്ത് ആ പയ്യൻ പോവുകയും പിന്നെ തേപ്പ് എന്നൊക്കെ പറഞ്ഞ് കരയുകയും ചെയ്യേണ്ടി വരും. പിന്നെ ജോലിയും കൂലിയും ഇല്ലാത്ത ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ, ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ. അധ്വാനിച്ച് പണിയെടുത്ത് ആ പൈസ കൊണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വെറുതെ കളയാനായിട്ട് പൈസ ഉണ്ടാവില്ല. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് ആഡംബരങ്ങൾക്ക്, വീട്ടിൽ നിന്നുള്ള പൈസ എടുത്ത് പുട്ടടിച്ചിട്ടുള്ള ആഡംബരങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. ഇതിനകത്ത് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ താഴെ മറ്റേ ട്രിഗേർഡ് ആയിട്ടുള്ള ബോയ്സിനെ കാണാനായിട്ട് സാധിക്കും. ഇതിന് ട്രിഗേർഡ് ആവുന്നു, ആ പെണ്ണിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും അത് തപ്പി കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ അത് അവിടെ വെറുതെ ഇരുന്നോട്ടെ. ബോയ്സ് അങ്ങനെ ട്രിഗേർഡായി. എന്തിനാണ് ഇങ്ങനെ ട്രിഗേർഡ് ആവണത്? എന്തിനാണ് ഇങ്ങനെ വീക്ക് ആവണത്? ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതിലേക്ക് പോട്ടെ. എനിക്ക് മനസ്സിലാവണല്ലോ ഇവിടെയുള്ള ചെക്കന്മാർക്ക് വേറെ ഒരു പണിയില്ല എന്നുള്ളത്. ഇനി ഏതാണ് മാംഗല്യം തന്തുനാനെ കഴിഞ്ഞു. ഇനിയിപ്പം അവസാനമായിട്ട് ഓക്കെ, ഒരു ഇൻ്റർവ്യൂവറുടെ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ട്. ഭയങ്കര വലിയ ചർച്ചകളിലേക്ക് പോയതാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെ മര്യാദയ്ക്ക് ഉത്തരം ചെയ്യാത്ത ആൾക്കാരെ നല്ല തെറി വിളിക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ഒരു സിനിമയെ പറ്റി ബേസിക് ആയിട്ട് കാര്യം, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന സിനിമകൾ, ഇപ്പം അന്യഭാഷാ സിനിമകൾ, ഇപ്പോൾ ഒരുപാട് അതിന് പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ ഹിറ്റ് ആവുക, ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ തിയേറ്ററിൽ കാണാൻ എനർജി ചെയ്യുന്നുണ്ട്. പക്ഷേ മലയാള സിനിമയിലേക്ക് വരുന്നു, മലയാള സിനിമയിൽ ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങുന്നു, പക്ഷേ അതൊക്കെ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ മാത്രം പാകതയും പക്വതയും കൈവരിക്കുന്നില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിനർത്ഥം മോശം സിനിമകളാണ്. ഇപ്പോ തമിഴ് സിനിമകളിലൊക്കെ നമുക്ക് അത്യാവശ്യം എൻഗേജ്ഡ് ആയിട്ട് ആളുകൾ മലയാളത്തിൽ വരുന്നത്. ഇപ്പോൾ മലയാള സിനിമകൾ അതെ അതെ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ മറ്റേ നെൽജയല്ലേ, നെൽജ പറഞ്ഞത് കറക്റ്റാണ്. നല്ല സിനിമകൾ വരുന്ന സമയത്ത് ആളുകൾ വരുന്നില്ല, അപ്പോൾ മോശം സിനിമകളുണ്ട്. ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ളൊരു ചോദ്യമായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. മോശം സിനിമകളുണ്ട്. അപ്പം ഈ അന്യഭാഷാ സിനിമകൾ ഇവിടെ ഹിറ്റായിട്ട് ഓടുന്നു, മലയാള സിനിമകൾ ഹിറ്റായിട്ട് ഓടുന്നു. നമ്മൾ അന്യഭാഷാ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, മലയാള സിനിമകൾക്ക് വേണ്ടിയും കാത്തിരിക്കുന്നു, നേരിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആടുജീവിതത്തിന് വേണ്ടി ഭീകരമായിട്ടുള്ള കാത്തിരിപ്പുണ്ട്. പാനിന്ത്യൻ ലെവലിൽ നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്തിട്ടുള്ള നല്ല ബഡ്ജറ്റുള്ള സിനിമകൾ ഇപ്പം നമ്മളിങ്ങനെ മലയാള സിനിമ, തമിഴ് സിനിമ, ഹിന്ദി സിനിമ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ കാണുന്നത്. കുറച്ചും കൂടെ വളർന്നില്ലേ? ഈ ക്ലീശ ക്വസ്റ്റിനൊക്കെ ഒഴിവാക്കേണ്ട സാഹചര്യം. ഞാൻ മലയാള സിനിമ സെപ്പറേറ്റ് അല്ലെങ്കിൽ തമിഴ് സിനിമ സെപ്പറേറ്റ് അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയല്ലേ. എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ബോറായിട്ട് തോന്നും. കാരണം നമ്മളിപ്പോൾ ഡുങ്കി കാണാനായിട്ട് കാത്തിരിക്കുന്നു, സലാർ കാണാനായിട്ട് കാത്തിരിക്കുന്നു, പൃഥ്വിരാജ് സലാറിലുണ്ട്, അപ്പം നേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിലീസ് ഡേറ്റുകളൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. ഏതാദ്യം കാണും. തുല്യ പ്രാധാന്യമാണ്. നേരിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ലാലേട്ടൻ്റെ പടമാണ്. ഇത്രയധികം മാധ്യമങ്ങൾ വളർന്നില്ലേ, ഭാഷയ്ക്കൊക്കെ വലിയ ഒരു അതിർവരമ്പുകളൊക്കെ ഉണ്ടോ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മലയാളം സിനിമ അങ്ങനെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കൂടുതൽ ആളുകൾ മലയാള സിനിമയിൽ തിയേറ്ററിൽ ചെന്ന് കാണാൻ ഒരു ഞാൻ പറഞ്ഞത് കണ്ടന്റ് ഉണ്ടല്ലോ, ആർഡിഎക്സിന് ഒരു കൊമേഴ്ഷ്യൽ കണ്ടന്റ് ഉണ്ടല്ലോ. ചില കണ്ടന്റ് ഇല്ലാത്ത സിനിമകൾ ഉണ്ടാവുന്നു ഞാൻ പറയാൻ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഒരു കണ്ടന്റ് അത്രയും റിച്ച് ആകുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നിങ്ങൾ സിനിമ ഫീൽഡ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചത്. നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട്.
സീരിയസ് ആയിട്ടുള്ള സംസാരം ചോദ്യമാണ് കളിയൊക്കെ പറഞ്ഞത് സീരിയസ് കളിയാക്കില്ല കാരണം ഇപ്പോൾ ഒരു പ്രശ്നം അഭിനയിക്കുന്നുണ്ട് സിനിമ. ചോദ്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലല്ലോ വ്യക്തികൾക്ക് എന്നുള്ളതാണ്. അത് ചോദ്യം ഫ്രെയിം ചെയ്തതിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പോൾ RDX കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. മലയാള സിനിമയും വലിയ ഒരു ബാനറിൽ ഒരു സിനിമ വരുമ്പോഴത്തേന്, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമ വരുമ്പോഴത്തേന് കാത്തിരിക്കാൻ ആൾക്കാരുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇനിയിപ്പോൾ ആ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ തമിഴ് സിനിമ ഇഷ്ടം പോലെ ഇറങ്ങി പൊട്ടിപ്പോകുന്നുണ്ട്. തിയേറ്ററിൽ നമ്മളെല്ലാ തമിഴ് സിനിമയും പോയി കാണുന്നുണ്ടോ? മലയാള സിനിമ ഇറങ്ങുന്നത് പോലെ തന്നെ തമിഴ് സിനിമ ഇറങ്ങുന്നുണ്ട്, തെലുങ്ക് പടം ഇറങ്ങുന്നുണ്ട്, എല്ലാം ഇറങ്ങുന്നുണ്ട്. വലിയ സ്റ്റാർസിൻ്റെയൊക്കെ എത്ര പടമാണ് ഇറങ്ങി പൊട്ടിപ്പോകണം? അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ആ മറ്റേ ലാംഗ്വേജ് ടൈപ്പിലൊരു ഡിഫറൻസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. എനിക്കറിയില്ല ഇതിൽ വേറെ ഭൗതികപരമായിട്ടുള്ള എന്തെങ്കിലും ഹിഡൻ മീനിങ് ഉള്ള ചോദ്യമാണെന്നുള്ളത് എനിക്കറിയില്ല. ഇന്നത്തെ റിയൽ റിയാക്ഷൻ വീഡിയോ അവസാനിക്കുന്നതിനോടൊപ്പം തന്നെ ലാലേട്ടൻ അവസാന ഘട്ട മെസ്സേജ് തരാനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഞാൻ ഒത്തിരിയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഞാൻ ലാസ്റ്റ് സീസൺ കണ്ടിരുന്നു, റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഈ പുള്ളിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയൊക്കെ വരാനായിട്ട് നമ്മൾ സ്നേഹം കൊണ്ടാണ് കാത്തിരിക്കുന്നത് പലപ്പോഴും. അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ കാണുന്ന സമയത്ത് വിഷമം തോന്നും. വേറെ ആർക്കെതിരെയും ഉള്ളത് കാണുമ്പോൾ വിഷമം തോന്നാറില്ല, കാരണം അതിനോട് ദേഷ്യമേ തോന്നാറുള്ളൂ. പക്ഷേ ലാലേട്ടൻ്റെ ഒരു പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ചൊക്കെ കാണുന്ന സമയത്ത് അയാൾ ഭയങ്കര എന്നാ പറയുന്നത്, ഭയങ്കര സ്നേഹത്തോടെയാണ് എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒരാളോട് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി ആ ഒരു വിമർശനങ്ങളെ നോക്കിക്കാണുന്ന ഒരു രീതി കേട്ടാൽ ഒരു മനുഷ്യനും പുള്ളിക്കെതിരെ ഒരു നെഗറ്റീവ് പറയാൻ തോന്നുന്നില്ല. വിവാദങ്ങളിൽ നിന്ന് മാറി നടക്കാൻ എപ്പോഴും ബേസിക് ക്യാരക്ടർ അങ്ങനെയാണ്. കാര്യം എനിക്ക് വേറെ അതിൽ കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വെറുതെ ഹാപ്പി ആയിട്ടിരുന്നപ്പോഴേ വല്ലവരുടെയും വൈകിട്ട് ചീത്ത കേൾക്കുന്നതിനാണ് കാര്യമുണ്ട്. അപ്പോഴും അറിയാതെ പെട്ടുപോകുന്നുണ്ട് മോഹൻലാൽ. ഇത് എന്താണ്, നിങ്ങളും പെടില്ലേ, ഇയാളും പെടില്ലേ, അവരും പെടില്ലേ? നമ്മൾ എന്താ ഇത് ഒരു ഭയങ്കര പ്ലാൻഡ് ആയിട്ട് സ്കീംഡ് ആയിട്ട് ലൈഫ് നടത്തുന്ന ആളൊന്നുമല്ല. എനിക്ക് അങ്ങനെ പെട്ടുന്നതിലും എന്നെ പറ്റി പറയുന്നതിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ഇനി എനിക്ക് ഇതൊരു പുതിയതായിട്ടൊരു വലിയ മോഹൻലാലാണെന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൾക്ക് ഇനിയിപ്പം വലിയ തെളിയിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ചില നടന്മാരെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ കരിയറിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് അവർക്കൊന്ന് തിരിച്ചു വരേണ്ട ഒരു സിറ്റുവേഷനുണ്ട്. മോഹൻലാൽ അത്രയധികം സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. നമ്മളുടെ ഒരു ആഗ്രഹമാണ് പലപ്പോഴും ഒരു നല്ല മോഹൻലാൽ സിനിമ കാണണം എന്ന് പറയുന്നത്, അല്ലാതെ അതൊരു ആവശ്യമല്ല. എന്നാൽ ചിലരുടെ കാര്യത്തിൽ അതൊരു ആവശ്യമാണ്, ഒരു തിരിച്ചുവരവിൻ്റെ ഒരു ആവശ്യമുണ്ട്. അവരത് ആഘോഷിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കണക്കിന് നോക്കുമ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ നമ്മൾ പ്രതീക്ഷയ്ക്ക് അപ്പുറം നിൽക്കുന്ന ഇഷ്ടം പോലെ സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സിനിമ റിവ്യൂ ചാനലിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട്. കിരീടം ആൻഡ് ചെങ്കോൽ 2 സിനിമയും ഒരൊറ്റ ഇരിപ്പിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഒന്ന് കണ്ടു തീർത്തു. ഒന്നും പറയാനില്ല. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.